ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഫുഡൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും കിടക്കാൻ പോകാറുള്ളത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിനൊരു കാരണം കൂടെ ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി പൊടിയൊക്കെ ഉണ്ടായിരുന്നു തൂത്ത് കളഞ്ഞു. അപ്പോൾ കുഞ്ഞുറക്കമാണ്, അതുകൊണ്ടാണ് ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പണി കിട്ടിയിരിക്കുകയാണ്. ഗ്യാസ് സ്റ്റൗ വെക്കുന്ന സ്റ്റാൻഡില്ലേ കാല്, അപ്പോൾ അതെൻ്റെ ഇത് കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കാല് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താണെന്നറിയില്ല, അടുപ്പ് നമ്മൾ വിറകടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പോലെയാണ്, നിറച്ചും കരിയാണ്. സ്റ്റൗവിൻ്റെ ആ ബർണറിലെല്ലാം കരി പൊടിഞ്ഞു വീഴുന്നു. വെക്കുന്ന പാത്രങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് കരി വരുന്നു. ശരിക്കും നമ്മൾ വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യുന്ന അതേ ഒരു ഫീൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ, കാരണം ഈ ബർണറിനകത്തൊക്കെ ഈ കരി പൊടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പം അത് നല്ലപോലെ ഞാൻ സോപ്പ്, നമ്മൾ എക്സോടെ സോപ്പ് തന്നെ വെച്ചാട്ടോ സ്ക്രബ് ചെയ്ത് കളയുന്നുണ്ട്. നല്ലപോലെ വൃത്തിക്കൊക്കെ അത് ശരിക്കും ക്ലീൻ ചെയ്ത് വെച്ചു. കാരണം അത് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം ഇതിങ്ങനെ പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുക. പാത്രം തേക്കുന്നതും നല്ലൊരു ടഫായിട്ടുണ്ട്. ഇപ്പം സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ കരിയൊന്നും വരില്ലല്ലോ, ഇതിപ്പം കരിയാണ് നിറച്ചും. ശരിക്കും നമ്മൾ വിറകൊക്കെ വെച്ച് അടുപ്പ് വെക്കുന്ന അതേ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എങ്ങനെ വരുന്നതെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു, സ്റ്റൗവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ചെയ്തപ്പോൾ തന്നെ മനസ്സിനൊരു സുഖമുണ്ട്. സമാധാനമൊന്നും പറയാനും പറ്റില്ലടോ, കാരണം നാളെ രാവിലെ എണീക്കുമ്പോൾ ഇത് തന്നെയല്ലേ പിന്നെയും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ തൽക്കാലം ഒരു സമാധാനം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.